ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കിഡിലൻ ഫ്രൂട്ട് സലാഡാണ്. എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ? അടിപൊളി ടേസ്റ്റാണ്. ഇതിനു വേണ്ടി വലിയ തയ്യാറെടുപ്പുകളൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങളാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പേരയ്ക്കായും മാമ്പഴവും അതുപോലെ തന്നെ പഴങ്ങളും ഏത്തപ്പഴവും അതുപോലെ ഞാലിപ്പൂവമ്പഴവും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ തൊടിയിലുള്ള പേരയ്ക്കയൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഓറഞ്ചിനേക്കാളും 4 ഇരട്ടി വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങും സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ഷനൊക്കെ നൽകുന്ന ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക. അതുപോലെ മാതള നാരങ്ങയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. സ്കിന്നിനെ ഗ്ലോ ഉള്ളതാക്കാനായിട്ടും അതുപോലെ തന്നെ ധാരാളം കൊളാജിനൊക്കെ ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓർമ്മശക്തിയും ബ്രെയിൻ ഹെൽത്തും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ളവർക്കും ഇതുപോലുള്ള ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ ഉള്ളിലേക്ക് ഫ്രൂട്ട്സ് ചെല്ലുകയും ചെയ്യും. മാതളത്തിനകത്താണെങ്കിലും അതുപോലെ തന്നെ ഈന്തപ്പഴത്തിനകത്താണെങ്കിലും ധാരാളം ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് നല്ല ഒരു ബെനിഫിറ്റാണ് ലഭിക്കുന്നത്. ആദ്യം നമ്മൾ വേണ്ട ഫ്രൂട്ട്സ് റെഡിയാക്കുക. അതിനുശേഷം തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം നമ്മൾ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ചോപ്പ് ചെയ്ത ഫ്രൂട്ട്സ് ഞാനൊരു വാഴയിലയിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സിനോടൊപ്പം നമുക്ക് ആവശ്യമുള്ളത് പാലും കസ്റ്റേർഡ് പൗഡറും പഞ്ചസാരയുമാണ്. ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബൗളെടുക്കുക. ആ ബൗളിലേക്ക് ഒരു 3 4 ആവശ്യത്തിനുള്ള കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. അത് പാലൊഴിച്ച് കസ്റ്റേർഡ് പൗഡർ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അത് നോക്കിയതിന് ശേഷം മാത്രം ചെയ്താൽ മതിയാവും. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ വളരെ കുറച്ച് മാത്രം പഞ്ചസാര ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി നമുക്കത് തുടരെ ഇളക്കി കൊടുക്കാം. ഇളക്കി നിർത്തരുത്, അടുക്കി പിടിക്കാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുതലാണ്. നമ്മൾ ഇളക്കി ഒരു കുറുകുന്ന പരുവമാകുമ്പോഴേക്കും നമുക്കത് വാങ്ങി വയ്ക്കാം. ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസി ആവേണ്ട കാര്യമില്ല. ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും ഈ പാല് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഈ കസ്റ്റേർഡ് മിക്സിനെ നമുക്ക് തണുക്കാനായിട്ട് അനുവദിക്കാം. ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്കത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. മഴക്കാലമായതുകൊണ്ട് അധികം തണുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തണുപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് അതൊരു സർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സർവ് ചെയ്യാം. മഴക്കാലത്ത് വളരെ മിനിമലായിട്ടുള്ള തണുപ്പ് മാത്രം മതിയാവും. നല്ലൊരു ഹെൽത്തി ഫ്രൂട്ട് സലാഡാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസ് താഴെ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.